ليس لك من الأمر شيء أو يتوب عليهم أو يعذبهم فإنهم ظالمون ولله ما في السماوات وما في الأرض يغفر لمن يشاء ويعذب من يشاء والله غفور رحيم. ലൈസ ലക് താങ്കൾക്കില്ല, മിനൽ അംരി താങ്കളുടെ പ്രവർത്തനത്തിലില്ല, ഷൈഉൻ ഒരു സ്വാതന്ത്ര്യവുമില്ല, ഔ യതൂബ അലൈഹിം ഒന്നെങ്കിൽ പടച്ചവൻ അവരുടെ മേൽ കരുണയോടുകൂടി മടങ്ങുന്നതാണ്, ഔ യുഅദ്ദിബഹും അല്ലെങ്കിൽ പടച്ചവൻ അവരെ ശിക്ഷിക്കുന്നതാണ്, ഫഇന്നഹും ളാലിമൂൻ കാരണം അവർ അക്രമികളാണ്. വലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർള് ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളുടെയും ഉടമാധികാരം അല്ലാഹുവിന് മാത്രമാണ്. യഗ്ഫിറു ലിമൻ യശാ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നു, വയുഅദ്ദിബു മൻ യശാ അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുന്നു. വല്ലാഹു ഗഫൂറുർ റഹീം അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണ കാട്ടുന്നവനുമാണ്. പരിശുദ്ധ ഖുർആനിലെ അതിമനോഹരമായ ഭാഗങ്ങളിൽ ഒന്നാണിത്. അല്ലാഹു തആല ഈ ആയത്തിലൂടെ അറിയിക്കുന്നു, ഒരു പ്രബോധകന്റെ, ഒരു അധ്യാപകന്റെ, ദീനിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ കർത്തവ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നത് മാത്രമാണ്. അതിന്റെ ഫലങ്ങളെ പറ്റിയുള്ള തീരുമാനം ദീനിന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നവരുമായി ബന്ധപ്പെട്ടതല്ല, അത് അല്ലാഹുവുമായി ബന്ധപ്പെട്ടതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനത്തിന്റെ പല ഘട്ടങ്ങളിലും കടുത്ത തിരിച്ചടികൾ അനുഭവിക്കേണ്ടി വന്നു. പ്രത്യേകിച്ചും ഉഹദ് യുദ്ധത്തിൽ വളരെ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ഒരു ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീത ദന്തങ്ങൾ പൊട്ടിവീണു, നെറ്റിയിൽ പരിക്കുണ്ടായി, ശാരീരികമായി വളരെ വേദനയുണ്ടായി. മറുഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട സഹാബികൾ, ദീനിന്റെ സമുന്നത സേവകന്മാർ, മഹാനായ ഹംസത്തുൽ ഖറാർ പറയും റളിയല്ലാഹു അൻഹു, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു സമ്പന്നതയിൽ കഴിഞ്ഞതാണ്. മുഹമ്മദി മദ്രസയിൽ വന്ന് പാഠം പഠിച്ചു. എന്നിട്ട് ഒറ്റയ്ക്ക് മദീനയിലെ ആദ്യത്തെ അധ്യാപകനായി. മദീനയിൽ മുഴുവൻ വീടുകളിൽ കയറി ദീനിന്റെ പ്രബോധനം നടത്തി. ഇങ്ങനെയുള്ള ധാരാളം മഹാന്മാര് ഉഹദിൽ കൊല്ലപ്പെട്ടു. അത് അങ്ങേയറ്റം നിഷ്ഠൂരമായ കൊലയായിരുന്നു. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ അനുഗ്രഹീത ശരീരം വികൃതമാക്കപ്പെട്ടു. മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ 2 കഷണമാക്കപ്പെട്ടു. അവരെ ഖബറടക്കാൻ പോലും വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വാഭാവികമായും ശത്രുക്കളോട് കടുത്ത ദേഷ്യം വന്നു. ഉണ്ടാകുമത്. നമ്മൾ എന്തെല്ലാം വിളിച്ചു പറയും ഇതിനേക്കാളും ചെറിയ കാര്യങ്ങൾക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരായി പ്രാർത്ഥിക്കുകയും അതുപോലെ അവരെ കഠിനമായി പോരാടി അവരെ തിരിച്ചടിക്കുകയും ചെയ്യുമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഈ സമയത്തിറങ്ങിയ ആയത്താണ്
ലൈസ ലക മിനൽ അംരി ഷൈ. ദീനിന്റെ പരിശ്രമങ്ങളുടെ ഫലത്തെപ്പറ്റി താങ്കൾക്ക് യാതൊരു ബന്ധവുമില്ല. പാഠം പഠിക്കാൻ പരിശ്രമിക്കൽ, ഹാഫിളാകാൻ അധ്വാനിക്കൽ, ആലിമാകാൻ അധ്വാനിക്കൽ, പ്രബോധന പ്രവർത്തനങ്ങൾ ശരിയായ നിലയിൽ ചെയ്യൽ, ഇത് നിങ്ങളുടെ കർത്തവ്യമാണ്. അതിന് എന്ത് ഫലമുണ്ടാകും അത് അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അള്ളാഹു തആല നാളെ ആഖിറത്തിൽ നിങ്ങൾ എത്ര പേരെ നന്നാക്കി എന്ന് ചോദിക്കുകയില്ല, നിങ്ങൾ എത്ര പേരെ നന്നാക്കാൻ പരിശ്രമിച്ചു എന്ന് ചോദിക്കും. ലൈസ ലക മിനൽ അംരി ഷൈ. കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിഷയത്തിൽ പ്രിയപ്പെട്ട നബിയെ താങ്കൾക്ക് യാതൊരു ബന്ധവുമില്ല. നിഷേധികളുടെ വിഷയത്തിൽ തീരുമാനം രണ്ടാൽ ഒന്നാണ്, അത് നമ്മളെടുക്കും. ഒന്നെങ്കിൽ സുബ്ഹാനല്ലാഹ് ആദ്യം പറയുന്നു ഔ യതൂബ അലൈഹിം, പടച്ചവൻ അവരിലേക്ക് കാരുണ്യത്തോടെ തിരിഞ്ഞ് അവർക്ക് പശ്ചാത്താപത്തിന് അവസരം നൽകുകയും അവർ സത്യവിശ്വാസത്തിന്റെ ശീതള ഛായയിലേക്ക് കടന്നു വരികയും ചെയ്യും. ഔ യുഅദ്ദിബഹും ഫഇന്നഹും ളാലിമൂൻ, അല്ലെങ്കിൽ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ അല്ലാഹു തആല അവരെ കഠിനമായി ശിക്ഷിക്കും, കാരണം അവർ അക്രമികളാണ്. പടച്ചവന്റെ സമീപനം നിഷേധികളുടെ വിഷയത്തിൽ രണ്ടാൽ ഒന്നാണ്. അത് പടച്ചവൻ ചെയ്തുകൊള്ളും, നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈസ ലക മിനൽ അംരി ഷൈഉൻ ഔ യതൂബ അലൈഹിം ഔ യുഅദ്ദിബഹും ഫഇന്നഹും ളാലിമൂൻ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബാക്കൾ, യഥാർത്ഥ പ്രബോധകന്മാർ, അവർക്ക് കാര്യങ്ങൾ കേൾക്കുന്ന പതിവേയുള്ളൂ, കേൾപ്പിക്കുന്ന പതിവില്ല. അനുസരിക്കുക എന്നൊരു ഗുണം മാത്രമേ ഉള്ളൂ, അനുസരിപ്പിക്കുക എന്ന ഗുണമില്ല. ഞാൻ പറയുന്നതെല്ലാം അള്ളാഹു കേട്ടോണം, ഈയൊരു കാര്യം അവർക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും പടച്ചവന്റെ ഈ നിർദ്ദേശം പരിപൂർണമായി പാലിച്ചു. എന്നിട്ട് വീണ്ടും അവരുമായി നല്ല നിലയിൽ കഴിയാനും അവരിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താനും ആരംഭിച്ചു. ഉഹദ് യുദ്ധത്തിൽ വന്ന നിഷേധികളിൽ പ്രത്യേകിച്ചും അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളുകൾ പിൽക്കാലഘട്ടത്തിൽ ഉന്നത സഹാബികളായിട്ട് മാറി. പറയും സുബ്ഹാനല്ലാഹ്. ഇതാണ് പ്രബോധനത്തിന്റെ ഗുണം. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു പിൻഭാഗത്തുകൂടി വന്ന് പെട്ടെന്ന് ആക്രമിച്ച പരാജയത്തിലേക്ക് നയിച്ച മഹാൻ, ഷാം, റോം എന്നീ രണ്ട് വൻ സാമ്രാജ്യങ്ങളെ നേരിട്ട് നന്മയിലോട്ട് കൊണ്ടുവന്ന മഹാനാണ്. മിക്ക മഹാത്മാക്കളും ദീനിലോട്ട് കടന്നു വന്നു. ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കാൻ എല്ലാവരും ഒത്താശയും ചെയ്ത ഹിന്ദ് ദീനിലോട്ട് കടന്നു വന്നു. ഉഹദ് യുദ്ധത്തിന് നേതൃത്വം നൽകിയ അബൂ സുഫിയാൻ ദീനിലോട്ട് കടന്നു വന്നു. അതിലേറ്റവും വലിയ അത്ഭുതം, മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ച വഹ്ശി, അദ്ദേഹം ദീനിലോട്ട് കടന്നു വന്നു. ഇന്ന് രാവിലെ ബുഖാരി ഷരീഫിൽ അതിന്റെ ഹദീസ് വരികയുണ്ടായി. വളരെ നല്ല നിലയിൽ ദീനിൽ കടന്നു വന്നു. ആദ്യം ജനങ്ങളിൽ നിന്ന് കാര്യം മനസ്സിലായി, എന്നാലും ഞാൻ വലിയ അക്രമിയാണല്ലോ, എനിക്ക് മാപ്പുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് മാപ്പുണ്ട്. ദൂതന്മാരെ അയച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയെല്ലാം സ്വീകരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ പോയി ഇസ്ലാം സ്വീകരിച്ചു. തങ്ങൾ ചോദിച്ചു, വഹ്ഷിയാണോ താങ്കൾ? അതെ. എന്റെ കൊച്ചാപ്പയെ കൊന്നത് താങ്കളാണോ? അതെ തങ്ങളെ. താങ്കൾ കേട്ടത് ശരിയാണ്, ഉണ്ടായിപ്പോയി. എനിക്ക് താങ്കളെ കാണുമ്പോൾ കൊച്ചാപ്പയെ ഓർമ്മ വരുന്നു, അതുകൊണ്ട് എന്റെ മുമ്പിൽ നിന്ന് മാറിയിരിക്കാമോ? മാറിയിരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത കാലഘട്ടത്തിൽ തങ്ങൾ മുമ്പിലേക്ക് വന്നിട്ടില്ല. പക്ഷെ നല്ല മുസ്ലിമായി വളർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഇസ്ലാമിനെതിരിൽ മുസൈലമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകത്വവാദി അതിഭയങ്കര വെല്ലുവിളി ഉയർത്തി.
മഹാന്മാരായ സഹാബാക്കളുടെ ജമാഅത്ത് അയാളെ നേരിടാൻ വേണ്ടി പുറപ്പെട്ടു. ഈ കൂട്ടത്തിൽ വഹ്ശിയും പുറപ്പെട്ടു. ലഅല്ലി ഉകാഫിഉ ഹംസത, ഞാൻ ഹംസയെ കൊന്നതിന് പകരം വല്ലതും ചെയ്യാൻ സാധിച്ചേക്കാം എന്ന നിയ്യത്തിൽ പുറപ്പെടുകയുണ്ടായി. ഒരു മനുഷ്യന്റെ തൗബ സ്വീകരിച്ചു എന്നതിന് അടയാളമാണ്. പാഠം പഠിക്കാതെ വാപ്പയെ കരയിപ്പിച്ചതുപോലെ, മദ്രസയിൽ മര്യാദയ്ക്ക് നിൽക്കാതെ വാപ്പയെ കരയിപ്പിച്ചതുപോലെ നല്ല നിലയിൽ പാഠം പഠിച്ച് നല്ല മാർക്ക് ഉറച്ചു നിന്ന് സന്തോഷത്തിൽ കരയിക്കൻ തൗബ കബൂലായി. ഞാൻ ആരെങ്കിലും ആക്രമിച്ച് വേദനിപ്പിച്ച് വിഷമിപ്പിച്ചിട്ടുണ്ട്, ഞാൻ അവർക്ക് ഗുണങ്ങൾ ചെയ്ത് അവരെ സന്തോഷിപ്പിക്കും. ഞാൻ ഒരു പ്രദേശം നശിപ്പിച്ചിട്ടുണ്ട്, ആ പ്രദേശത്ത് പൂന്തോട്ടമുണ്ടാക്കി നമ്മൾ തൗബ ചെയ്യും. അങ്ങനെ അദ്ദേഹം മുസൈലമത്തുൽ കദ്ദാബിനെ നേരിടാൻ വേണ്ടി പുറപ്പെട്ടു. ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കാൻ ഉപയോഗിച്ച അതേ ചാട്ടുളി കൊണ്ട് മുസൈലമയുടെ നെഞ്ചിൽ കുത്തി, എന്നിട്ട് പുറയിൽ കൂടി വലിച്ചെടുത്തു. ആള് തലയും കുത്തി മറിഞ്ഞു വീണു. അല്ലാഹു തആല തൗബ സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ മൗലാന അഷ്റഫ് അലി താനവി റഹ്മത്തുള്ളാഹി അവർ പറയുന്നുണ്ട്, അമുസ്ലിമീങ്ങളെ നിന്ദിതയുടെ കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ല. അല്ലാഹു തആല തിരിച്ചു മറിച്ച് നല്ല വഴിയിൽ പടച്ചവൻ കൊണ്ടുവന്നേക്കാം. അവൻ കാഫിർ, അവൻ മറ്റേത്, അവൻ മറിച്ചത്. ശരിയാണ്, അവരുടെ അക്രമങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. പക്ഷേ ഒരിക്കലും മോശമായ വാക്കുകൾ പറയരുത്. നീ ഒരിക്കലും നന്നാകത്തില്ല, നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല. അങ്ങനെ പറയാൻ ആരാണ്? ليس لك من الأمر شيء أو يتوب عليهم أو يعذبهم فإنهم ظالمون. പടച്ചവന് നിഷേധികളുടെ വിഷയത്തിൽ രണ്ട് സമീപനം. ഒന്നാമത്തെ സമീപനം അതാണ് ആദ്യം പറയുന്നത്, അള്ളാഹു അവരെ കരുണ കൊണ്ട് പൊതിഞ്ഞേക്കാം. ഔ യതൂബ അലൈഹിം, അനുഗ്രഹിച്ചേക്കാം. ഔ യുഅദ്ദിബുഹും, അല്ലെങ്കിൽ പടച്ചവൻ ശിക്ഷിക്കും. ഫഇന്നഹും ളാലിമൂൻ. വീണ്ടും അള്ളാഹു പറയുന്നു, നോക്കിൻ ഇസ്ലാം കാരുണ്യത്തെ എത്രമാത്രം പ്രേരിപ്പിക്കുന്നു. നമ്മൾ 2 പ്രാവശ്യം പ്രസംഗിക്കും മതിയായി, പിന്നീട് അവരെ പറ്റി ശാപം തുടങ്ങും. അള്ളാഹുവെ എല്ലാവരെയും നന്നാക്കിൻ. ഓ ഉസ്താദ് ഇപ്പോഴും നന്നാക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അള്ളാഹു എല്ലാവരെയും മുടിക്കിൻ, ആമീൻ. എല്ലാവരെയും തകർക്കിൻ, ആമീൻ. ഇസ്ലാമിന്റെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കിൻ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ കൊല്ലാൻ വന്നതല്ല, നന്നാക്കാൻ വന്നതാണ്. ഒരു നിലയ്ക്കും നന്നാവുകയില്ല, അള്ളാഹു കഴുത്ത് തിരിച്ചുവിടും. വേറെ കാര്യം, വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളുടെയും ഉടമാധികാരം അള്ളാഹുവിനാണ്. മനുഷ്യന്റെ അധികാരിയാര്? അള്ളാഹു. മൃഗങ്ങളുടെ അധികാരിയാര്? മനസ്സുകളുടെ ഉടമസ്ഥനാര്? എല്ലാം പടച്ചവന്റെ നിയന്ത്രണത്തിലാണ്. യഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. ഇവിടെ പൊരുത്തത്തെ ആദ്യം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നമ്മൾ എന്തിനാണ് നമ്മൾ നിരാശപ്പെടുന്നത്, മറ്റുള്ളവരെ നിരാശപ്പെടുത്തുന്നത്? വയുഅദ്ദിബു മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുന്നതാണ്. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു വളരെ പൊറുക്കുന്നവൻ, വളരെ കരുണ കാണിക്കുന്നവൻ. ഇവിടെ ശിക്ഷിക്കുന്നവൻ എന്ന് പറഞ്ഞില്ല. അള്ളാഹു പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ അള്ളാഹു തന്നെ ശിക്ഷിക്കും. അള്ളാഹു വളരെ പൊറുക്കുന്നവനാണ്, വളരെ കരുണ കാണിക്കുന്നവനാണ്. ആര് നന്നാകാൻ ആഗ്രഹിച്ചു വരുമോ, നന്മയുടെ എന്തെങ്കിലും അംശം അവന്റെ ഉള്ളിലുണ്ടോ, അള്ളാഹു ഊതി വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കും. ഒരു നിലയ്ക്കും നന്നാവുകയില്ല തീരുമാനിച്ചാൽ അള്ളാഹു തആല അവരെ പിടിച്ചു വലിച്ചു കയറ്റുകയുമില്ല. അതുകൊണ്ട് പ്രതീക്ഷ വേണം, പ്രത്യാശ വേണം. നമ്മുടെ വിഷയത്തിൽ പ്രതീക്ഷ വേണം. ഒരിക്കലും നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. മറ്റുള്ളവരുടെ വിഷയത്തിൽ പ്രതീക്ഷ വേണം. നന്നാകും ഇൻഷാ അല്ലാഹ്, ഇന്നല്ലെങ്കിൽ നാളെ നന്നാകും. അതിനുവേണ്ടി പരിശ്രമിക്കണം. വല്ലാഹു ഗഫൂറുർ റഹീം.